LDF സീറ്റ് വിഭജനം പൂർത്തിയായി. വിവരങ്ങളുമായി ദിനകർ തത്സമയം ചേരുന്നുണ്ട്. ദിനകർ, എങ്ങനെയാണ്, എത്ര സീറ്റുകൾ വീതമാണ് വിവിധ പാർട്ടികൾ മത്സരിക്കുക, എങ്ങനെയാണ്? സൗമ്യ, LDFിൽ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ വിവിധ ഘടകകക്ഷികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടായേക്കാം. LDF കൺവീനർ മാധ്യമപ്രവർത്തകരെ കണ്ടേക്കാം. ധാരണയനുസരിച്ച് CPIM 92 സീറ്റുകളിലാണ് മത്സരിക്കുക. CPI 27 സീറ്റുകളിൽ മത്സരിക്കും. ജനതാദൾ S 5 സീറ്റുകളിലും ജനാധിപത്യ കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗം 4 സീറ്റുകളിലും INL 3 സീറ്റുകളിലും NCP 4 സീറ്റുകളിലും CMP 1 സീറ്റിലുമാണ് മത്സരിക്കുക. കോൺഗ്രസ് S 1 സീറ്റിൽ മത്സരിക്കും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം 1 സീറ്റിൽ മത്സരിക്കും. കേരള കോൺഗ്രസ് B 1 സീറ്റിലും കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ് 1 സീറ്റിലുമാണ് മത്സരിക്കുക. ഇത് സംബന്ധിച്ച് രാവിലെ ധാരണയിൽ എത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ 2:30 LDF യോഗം ചേർന്നുകൊണ്ടും അന്തിമമായി തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. ഇതനുസരിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, ഇടുക്കി എന്നീ സീറ്റുകളിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിക്കുക. PC ജോർജിന് സീറ്റ് ഇല്ല. അതോടൊപ്പം തന്നെ JSSനും സീറ്റ് അനുവദിച്ചിട്ടില്ല. ജനതാദൾ S 5 സീറ്റുകളിലാണ് മത്സരിക്കുക. 6 സീറ്റുകളിലായിരുന്നു അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ തവണ അവർ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം 5ആണ്. ഇത്തവണയും 5 സീറ്റിലേക്ക് അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ മത്സരിക്കുന്ന സീറ്റുകൾ തിരുവല്ല, അതോടൊപ്പം തന്നെ ചിറ്റൂർ, കോവളം, അങ്കമാലി തുടങ്ങിയ 5 സീറ്റുകളിലാണ് അവർ മത്സരിക്കുക. CMP ചവറയിലായിരിക്കും മത്സരിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് S കണ്ണൂരിലുമായിരിക്കും മത്സരിക്കുക. കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം കടുത്തുരുത്തിയിലായിരിക്കും മത്സരിക്കുക. കോൺഗ്രസ് B പത്തനാപുരത്തും മത്സരിക്കും. ഇപ്രകാരമാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത്. സൗമ്യ. യെസ്, ഇപ്പോൾ സുനിൽ അരമാനൂർ കൂടി ചേർന്നുണ്ട് വിശദമായ വിവരങ്ങളുമായി. സുനിൽ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? LDFിൽ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് LDF യോഗത്തിന് ശേഷമുള്ള ഒരു വിവരം. LDF യോഗം അല്പം മുമ്പാണ് ഇവിടെ അവസാനിച്ചത്. ഇനി 4:30 മണിക്ക് ദിവസം തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് LDF കൺവീനർ വാർത്താ സമ്മേളനം നടത്തും. ഇപ്പോഴത്തെ ഒരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് CPM 92 സീറ്റിലും CPI 27 സീറ്റിലും ജനതാദൾ S 5 സീറ്റിലും മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിന് 4 സീറ്റ് നൽകും. NCPക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റ് തന്നെയാണ്. INLന് 3 സീറ്റും കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തിന് 1 സീറ്റും കോൺഗ്രസ് S 1 സീറ്റ്, CMP 1 സീറ്റ്, RSP കോവൂർ കുഞ്ഞുമോൻ 1 സീറ്റ്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിന് 1 സീറ്റ് എന്നിങ്ങനെയാണ് ഇന്നിപ്പോൾ സീറ്റ് സംബന്ധിച്ച് ഏകദേശ ധാരണയായിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിലും അതിനുശേഷം ചേർന്ന LDF യോഗത്തിനകത്തും വന്നിട്ടുള്ളത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഓരോ കക്ഷികൾക്ക് നൽകുന്ന ഈ സീറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ തന്നെ വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ CPI കഴിഞ്ഞ ദിവസം കൂടുതൽ സീറ്റ് 27 എന്നുള്ളത് കൂടുതൽ സീറ്റ്, 1 സീറ്റെങ്കിലും അധികം നൽകണമെന്നുള്ളത് ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ വിജയസാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ CPIയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു ഇന്നത്തെ യോഗത്തിനകത്ത്. അതോടൊപ്പം തന്നെ കറിയ തോമസ് വിഭാഗം തിരുവനന്തപുരം ചോദിച്ചിരുന്നു. അതും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് അനുഭാവപൂർവ്വമായിട്ട് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധാരണയിൽ എത്തിച്ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ LDF യോഗം പൂർത്തിയായിരിക്കുന്നത്. തീരുമാനങ്ങൾ 4:30 തന്നെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ ദിനകറും LDFിൽ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു.